ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ മോളുടെ ഡ്രസ്സാണിത്. ഇതിന് മാച്ചായിട്ടുള്ളൊരു ഹെയർ ബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്രീ ഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടാണ് ഹെയർ ബോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അധികം കോസ്റ്റ് വരാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇതാ റിബണാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഡ്രസ്സിന് മാച്ചായിട്ട് ഈ ഒരു റിബൺ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സിന് ചെറുതായിട്ട് ഗ്ലിറ്റർ എഫക്റ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റിബണിലും ഗ്ലിറ്ററിങ് ലൈനൊക്കെ സൈഡിലായിട്ട് ഗ്ലിറ്ററിങ് ലൈനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒന്ന് ഒപ്പിച്ചെടുത്ത് മുഴുവനായിട്ടും മാച്ച് അല്ലെങ്കിലും ഏകദേശം ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റിബണാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ട് എങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാ നമ്മളിവിടെ എടുത്തിട്ടുള്ള റിബണ് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മൾ റിബണ് കട്ട് ചെയ്യാതെ ഏകദേശം ഒരു നല്ല വലുപ്പത്തിൽ തന്നെ റിബൺ എടുക്കുക. അതിനുശേഷം നമ്മൾ 3 ലെയറായിട്ടുള്ള ഒരു ബൗ ആണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ലെയർ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു സൈസിൽ ചെറിയൊരു പീസാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അതിലും കൂടെ കുറച്ച് വലുപ്പത്തിൽ വരുന്ന രീതിയിൽ രണ്ടാമത്തെ ലെയർ ഫോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ 3 ലെയറാക്കിയിട്ടാണ് ഈ ഒരു ബൗ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള റിബൺ എന്ന് പറയുന്നത് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള റിബണാണ്. അതായത് 2 ഇഞ്ച് വീതിയുള്ള റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വലുപ്പത്തിലുള്ള റിബൺ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചെറിയ 1 ഇഞ്ചിൻ്റെ റിബണൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭംഗി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പം ആ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള റിബൺ ആകുമ്പം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ചില കൂട്ടുകാരുണ്ടാവുമല്ലോ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ 3 ലെയറായിട്ട് ഈ ഒരു റിബണ് താഴെയായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റിബണ് കട്ട് ചെയ്യാതെ ഒറ്റ പീസ് റിബൺ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. റിബണ് കട്ട് ചെയ്യാനേ പാടില്ല. നമ്മൾ ഒറ്റ പീസ് കൊണ്ട് തന്നെ ആദ്യം ചെറിയൊരു ലെയർ, പിന്നെ അതിൽ കുറച്ച് വലുപ്പമുള്ളത്, പിന്നെ അതിലും വലുപ്പമുള്ളത്, അങ്ങനെ 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 4 പീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ 3 പീസായിട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി ബാലൻസ് വന്നിട്ടുള്ള അതിൽ സെൻറ്ററിൽ നമ്മളൊരു പിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വന്നിട്ടുള്ള റിബണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ 3 ലെയറും കൂടെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. നേരെ വളഞ്ഞും ചെരിഞ്ഞൊന്നും പോവാതെ നേരെ വരുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് പിടിക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ബോവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ആ ഒരു ഷേപ്പ് വന്നതിന് ശേഷം ത്രെഡൊന്ന് വലിച്ചിട്ട് നന്നായിട്ടൊന്ന് കുടുക്കിട്ട് കൊടുക്കാം. ഇത് ഓർഗൻസ ക്ലോത്തിൽ വരുന്ന റിബൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പണി ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനെ കുടുക്കിട്ട് കൊടുക്കുന്ന സമയത്ത് അത് ലൂസായി പോവാറുണ്ടായിരുന്നു. എന്നാലും അതൊന്ന് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാവധാനം കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ആ ഒരു ബൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ ഒരു ബൗവിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഷോ പീസ് എടുത്തിട്ട് ബൗവിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ഷോ പീസാണ്. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിബണ് തന്നെ അതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഷോ പീസും കൂടെ കയറ്റിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാരണം ഒന്ന് യൂസ് ചെയ്തതേ ഉള്ളൂ. അതില്ലെങ്കിലും നമുക്ക് ആ ഒരു റിബൺ വെച്ചിട്ട് തന്നെ ആ ഒരു റിബണിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ സെൻട്രൽ പോർഷൻ കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ ചെറിയൊരു പീസ് റിബൺ കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു ഷോ പീസിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ഗ്ലിറ്ററിൻ്റെ ആ ഒരു എഫക്റ്റ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ബൗവിൻ്റെ സെൻട്രലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ബൗ നമുക്ക് ഏതെങ്കിലും ഒരു ബാൻഡിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സോഫ്റ്റ് എലാസ്റ്റിക് ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നൈലോൺ ബാൻഡിൽ വെച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നൈലോൺ ബാൻഡിലൊക്കെ വെച്ച് കൊടുക്കുമ്പം ഈ ഒരു വലിയ സൈസ് ബൗ ഒക്കെ നമ്മൾ വെക്കുമ്പം അത് ഒന്നുകൂടെ ചാഞ്ഞ് കിടക്കുന്നത് പോലെ, ഒന്ന് പതിഞ്ഞ് കിടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വലിയ ബൗവൊക്കെ വെച്ച് കൊടുക്കുമ്പം ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാൻഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബാൻഡിൻ്റെ മുകളിലായിട്ട് ആ ഒരു ബൗ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സെൻട്രലായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷോ പീസും റിബണും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പലർക്കും അറിയാവുന്നൊരു മെത്തേഡ് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എന്തായാലും കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സിന് ഏകദേശം ഒരു മാച്ചിങ് ഒക്കെ ആയിട്ട് ചെയ്തെടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക, ഈ ഒരു ഡ്രസ്സിന് മാച്ചിങ് ആണോ അല്ല എന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.